വളരെ കാലം മുമ്പ് മധുര രാജ്യത്ത് ക്രൂരനും സ്വേച്ഛാധിപതിയുമായ കംസൻ ഭരിച്ചിരുന്ന സമയത്ത് ഒരു പ്രവചനം അവന്റെ ഹൃദയത്തിൽ ഭയമുളവാക്കി. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വർഗീയ ശബ്ദം പ്രഖ്യാപിച്ചു, കംസ, നിന്റെ പതനം നിന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രനായ ദേവികയുടെ കൈകളാൽ സംഭവിക്കും. കംസൻ കോപാകുലനായി തന്റെ പ്രിയപ്പെട്ട സഹോദരിയായ ദേവകി കുലീനനും ജ്ഞാനിയുമായ യാദവ രാജകുമാരനായ വാസുദേവനെ വിവാഹം കഴിച്ചിരുന്നു. കോപത്തിൽ പ്രവചനം സത്യമാകാതിരിക്കാൻ ദേവകിയെ കൊല്ലാൻ തയ്യാറായി കംസൻ തന്റെ വാളെടുത്തു. എന്നാൽ അവളുടെ ജീവന് വേണ്ടി അപേക്ഷിച്ച വാസുദേവൻ അവർ പ്രസവിക്കുന്ന ഓരോ കുട്ടിയെയും കംസന് കൈമാറുമെന്ന് വാഗ്ദാനം ചെയ്തു. ഭയത്താൽ അന്ധനായ കംസൻ ദേവകിയെയും വാസുദേവരെയും ഇരുണ്ടതും തണുത്തതുമായ ഒരു തടവറയിൽ അടച്ചു. ദേവകി പ്രസവിക്കുമ്പോഴെല്ലാം കംസൻ ആ കുട്ടിയെ നിഷ്കരുണം കൊന്നു. ഒന്നിനു പുറകെ ഒന്നായി 6 നിരപരാധികളായ ശിശുക്കളെ കൊണ്ടുപോയി. ദേവകി തന്റെ 7ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ ദിവ്യ ഇടപെടൽ നടന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ ശക്തി ഗർഭസ്ഥ ശിശുവിനെ വാസുദേവന്റെ ആദ്യ ഭാര്യയായ രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി. ആ കുട്ടി കൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമനായിരുന്നു. ദേവകി 8ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോൾ സ്വർഗം സന്തോഷിച്ചു. അഷ്ടമി രാത്രിയിൽ ഇരുണ്ട മേഘങ്ങൾ ആകാശത്തെ മൂടുകയും കനത്ത മഴ പെയ്യുകയും ചെയ്തപ്പോൾ ദേവകി പ്രസവ വേദന അനുഭവിച്ചു. അർദ്ധരാത്രിയിൽ നീല നിറമുള്ള ഒരു ദിവ്യ ശിശു ജനിച്ചു, തിളങ്ങുന്ന കണ്ണുകളോടെ. ജയിൽ മുറി ഒരു അഭൗതിക പ്രകാശത്താൽ പ്രകാശിച്ചു. പെട്ടെന്ന് ഭഗവാൻ വിഷ്ണു തന്നെ ദേവകിയുടെയും വാസുദേവന്റെയും മുമ്പാകെ തന്റെ ദിവ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അവരെ ആശ്വസിപ്പിച്ചു. കംസന്റെ ഭീകര ഭരണം അവസാനിപ്പിക്കാനാണ് ഞാൻ ഈ രൂപം സ്വീകരിച്ചത്. എൻ്റെ വളർത്തുമാതാപിതാക്കളായ നന്ദയും യശോദയും കാത്തിരിക്കുന്ന ഗോകുലത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. എന്നെ അവിടെ വിട്ട് അവരുടെ നവജാത മകളെ തിരികെ കൊണ്ടുവരിക. വിഷ്ണു അപ്രത്യക്ഷനായപ്പോൾ വാസുദേവന്റെ കൈകളിലെ ചങ്ങലകൾ അത്ഭുതകരമായി പൊട്ടി. ജയിൽ വാതിലുകൾ സ്വയം തുറന്നു. കാവൽക്കാർ ഗാഢവും മയക്കുന്നതുമായ ഉറക്കത്തിലായിരുന്നു. പുറത്ത് കൊടുങ്കാറ്റ് കാരണം യമുന നദി നിറഞ്ഞൊഴുകുകയായിരുന്നു. പക്ഷേ വാസുദേവൻ കൃഷ്ണനെ ഒരു ചെറിയ കൊട്ടയിൽ തലയിൽ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ നദി പിളർന്നു. അദ്ദേഹത്തിന് സുരക്ഷിതമായി കടക്കാൻ വഴിയൊരുക്കി. ഗോകുലത്തിലെത്തിയ വാസുദേവൻ നിശബ്ദമായി നന്ദന്റെയും യശോദയുടെയും വീട്ടിലേക്ക് പ്രവേശിച്ചു. അവിടെ യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. ആരെയും ഉണർത്താതെ കുഞ്ഞുങ്ങളെ കൈമാറി മധുരയിലേക്ക് തിടുക്കത്തിൽ മടങ്ങി. വാസുദേവൻ തിരിച്ചെത്തിയ നിമിഷം ജയിൽ വാതിലുകൾ പൂട്ടി. അവന്റെ ചങ്ങലകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. താമസിയാതെ പെൺകുഞ്ഞ് ഉറക്കെ നിലവിളിച്ചു കംസനെ ഉണർത്തി. ദേവകിയുടെ 8ാമത്തെ കുട്ടിയാണെന്ന് കരുതി അവൻ ഓടി വന്ന് കുഞ്ഞിനെ പിടിച്ചു. അവളെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അയാൾക്ക് കഴിയുന്നതിന് മുൻപ് കുഞ്ഞ് അവന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോയി ദുർഗാദേവിയായി രൂപാന്തരപ്പെട്ടു. അവനെ നോക്കി ചിരിച്ചു. വിഡ്ഢി കംസ, നിന്നെ നശിപ്പിക്കുന്നവൻ ജനിച്ചു കഴിഞ്ഞു. അവൻ സുരക്ഷിതനാണ്, അവൾ അപ്രത്യക്ഷയാകുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചു. കംസൻ വിറച്ചു. പക്ഷേ കുട്ടി എവിടെയാണെന്ന് അവൻ അറിയില്ല. അതേസമയം ഗോകുലത്തിൽ കൊച്ചു കൃഷ്ണൻ യശോദയുടെ കൈകളിൽ കിടന്ന് നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. ലോകത്തിന്റെ വിധി മാറ്റാൻ താൻ വിധിക്കപ്പെട്ടവനാണെന്ന് അവൻ അറിയില്ല. അങ്ങനെ കംസനെ കൊല്ലാനും ഗോവർദ്ധൻ കുന്നിനെ ഉയർത്താനും തന്റെ ദിവ്യ പ്രണയത്താൽ ലോകത്തെ മോഹിപ്പിക്കാനും വളർന്ന ആൺകുട്ടി ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു.